സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജുനൈദ് എന്ന യുവാവ് ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തതിൽ കൂടി പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. താൻ കഴിഞ്ഞ ദിവസം ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഇതിനോടകം നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. മരണവാർത്ത പുറത്തെത്തിയതിനൊപ്പം മറ്റൊരു ന്യൂസ് കൂടി പ്രചരിച്ചു. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. മലപ്പുറം ജില്ലയിലെ മരത്താണി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വളരെ ജനസാന്ദ്രതയുള്ള ഒരു റോഡരികിൽ വൈകിട്ട് 6:20 താൻ അപകടത്തിൽപ്പെടുകയും തുടർന്ന് രക്തം വാർന്നൊഴുകി ധാരാളം സമയം അവിടെ കിടക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുവാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ: ബൈക്ക് ഓടിച്ചു വരുന്ന വഴിയിൽ താൻ ഒരു മണൽത്തിട്ടയിൽ തട്ടി താഴേക്ക് വീഴുകയും തന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്നൊഴുകി മരിച്ചു എന്നുള്ളതാണ്. എന്നാൽ മണൽത്തിട്ടയിലേക്ക് ഇടിച്ചു കയറിയ വണ്ടി ഇടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡരികിലേക്ക് വീഴുന്ന സമയത്ത് ബൈക്കിന്റെ മുൻഭാഗത്ത് സ്വാഭാവികമായും ഡാമേജുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ജുനൈദിന്റെ ഈ ബൈക്കിന് ഫ്രണ്ട് സൈഡിൽ യാതൊരു പോറലും ഉണ്ടായിട്ടില്ല. എന്നാൽ ബാക്ക് ഭാഗം തകർന്നിട്ടുമുണ്ട്. രണ്ടാമത്തെ വിഷയം, തനിക്ക് പരിക്കേറ്റിരിക്കുന്നത് തലയുടെ പിൻഭാഗത്താണ് എന്നുള്ളതാണ്. യാത്രാവേളയിൽ താൻ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. കൂടാതെ 1-2 ആഴ്ചകൾക്ക് മുമ്പ് വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന കാരണത്താൽ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അദ്ദേഹം ജയിലിലാക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ജയിലിൽ നിന്നും പുറത്തു വന്ന ജുനൈദ് താൻ ഒരു വീഡിയോയിൽ കൂടി ഈ സമൂഹത്തോട് ചിലതൊക്കെ പറയുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രസക്തമായത്, നിങ്ങൾ അറിഞ്ഞതും മനസ്സിലാക്കിയതുമല്ല സത്യം, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഇതിന്റെ പിൻപിലുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഞെട്ടുന്ന കാര്യങ്ങൾ പലതും പറയുവാനുണ്ട്. അത് തീർച്ചയായിട്ടും ഉടൻ പുറത്തു പറയും എന്നുള്ളതായിരുന്നു. തനിക്കെതിരെ വ്യാജമായ പരാതികൾ കൊടുക്കുകയും കള്ളക്കേസിൽ തന്നെ അകത്താക്കുകയും ചെയ്തതാണ്. മാത്രവുമല്ല, ഒരു കാര്യം കൂടി താൻ പറഞ്ഞു വെക്കുന്നുണ്ട്: ഒരു പീഡന കേസിൽ ഒരാൾ ജയിലിൽ പോയാൽ അത്ര പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, വളരെ പ്രസക്തമായ ചോദ്യമാണ് തന്റേത്. ഈ കേസ് വ്യാജമാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഉടൻ തന്നെ ജാമ്യം ലഭിക്കുകയും പുറത്തു വരുവാൻ അവസരമുണ്ടാവുകയും ചെയ്തത്? അതോ പരാതിക്കാരിയുമായി എന്തെങ്കിലും ഒത്തുതീർപ്പുകൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും കാര്യമായി നമുക്കറിയില്ല. എന്തായാലും ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഈ കാലഘട്ടത്തിൽ ധാരാളമായി നാം കേൾക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടു കൊടുക്കുവാൻ തക്കവണ്ണം വെറും ബോധമില്ലാത്തവരാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എന്നുള്ളതാണോ? പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധങ്ങൾ കാലങ്ങളായി തുടർന്നിട്ട് ഒടുവിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റിപ്പിരിഞ്ഞു കഴിയുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായി അടുത്തൊരു ദിവസം കോടതി വരാന്തയിലെത്തുന്ന ധാരാളം സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് എന്ന് ഊഹിക്കുവാൻ സാധ്യത നൽകുന്നതാണ് അധികം വൈകാതെ തന്നെ പീഡന കേസിൽ പ്രതിയായ ആൾ ജയിൽ മോചിതനായി പുറത്തെത്തുന്നത്. ഇനി ജുനൈദിന്റെ മരണം പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ താൻ തന്റെ കഴിവിനനുസരിച്ച് പാട്ടുകളും നൃത്തങ്ങളും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങിയപ്പോൾ മുതൽ സമൂഹത്തിലെ ഒരു വലിയ കൂട്ടം ആൾക്കാർ വളരെ പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി വരവേറ്റ ഒരാൾ കൂടിയായിരുന്നു ജുനൈദ്. നിരന്തരമായി ട്രോളർമാർ ജുനൈദിനെ മാത്രം വിറ്റ് പണമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിഹാസ കഥാപാത്രം എന്ന രീതിയിലാണ് ജുനൈദ് പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടത്. ഒരു കാലഘട്ടത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ എങ്ങനെയാണോ ഈ സമൂഹം വരവേറ്റത്, ഏകദേശം അതുപോലെയൊക്കെ തന്നെ. എന്നാൽ ജുനൈദിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ അന്ന് പരിഹസിച്ച വലിയൊരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ അയ്യോ എന്ന് പറയുകയും അന്ന് അയാളെ കണക്കിന് പരിഹസിച്ചതിൽ സങ്കടം തോന്നുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഏറ്റുപറയുകയും ചെയ്യുന്ന ധാരാളം കമന്റുകൾ കണ്ടു. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയതിനു ശേഷം അയാളോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടോ എനിക്കിപ്പോൾ മനസ്താപമുണ്ട് എന്ന് ഏറ്റുപറഞ്ഞതുകൊണ്ടോ എന്താണ് പ്രയോജനം? സോഷ്യൽ മീഡിയയിൽ താൻ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ തന്റെ സന്തോഷത്തിനു വേണ്ടി പോസ്റ്റ് ചെയ്തതാണ്. തനിക്കറിയാവുന്ന ആംഗ്യവിക്ഷേപങ്ങളും നൃത്തച്ചുവടുകളുമായി പാട്ടുകളിൽ കൂടി താൻ നിറഞ്ഞു നിന്നപ്പോൾ അത് സമൂഹത്തിലുള്ള വ്യക്തികൾ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഒട്ടനവധി തന്തയ്ക്കും തള്ളയ്ക്കും വിളികൾ കേൾക്കുവാൻ കാരണമായി മാറിയത്. അങ്ങനെ തന്നെ കളിയാക്കിയവർക്കും ട്രോൾ വീഡിയോ ഉണ്ടാക്കിയവർക്കും എല്ലാം ജുനൈദിന്റെ മരണശേഷം സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊരു സന്ദേശമുണ്ട്: നിങ്ങൾ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് ഒരു മനുഷ്യന്റെ കലാവാസന ഉയർന്നിട്ടില്ല എങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വിട്ടുകളയുക, അല്ലെങ്കിൽ കാണാതിരിക്കുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ അതൊരാളെ വ്യക്തിപരമായി തേജോവധം ചെയ്തു വലിച്ചു കീറി ഒട്ടിക്കുകയും അപ്പനും അമ്മയും വിളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാകരുത്. വിമർശിക്കാം, വിലയിരുത്തലുകൾ നടത്താം, പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് കടന്നുപോയാൽ നാളെ നിങ്ങൾക്ക് അയാളോട് ചിലപ്പോൾ മാപ്പ് പറയേണ്ടി വന്നേക്കാം. ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ജുനൈദിന്റെ പല വീഡിയോകളുടെ കീഴിലും ജുനൈദ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ വാർത്തകളുടെ കീഴിലുമൊക്കെ ഒത്തിരി പേർ അനുദപിച്ചുകൊണ്ട് ക്ഷമിക്കണം എന്ന് കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഇനി പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാണുന്നതിനും കേൾക്കുന്നതിനുമൊക്കെ മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതി പിടിപ്പിക്കുവാൻ പുറപ്പെടുമ്പോൾ ഇനിയെങ്കിലും ചിന്തിക്കുക, ഒരുപക്ഷെ നാളെ അയാൾ മരണപ്പെട്ടു പോയാൽ നമുക്കും അത് സങ്കടമാകും എന്നുള്ളത്. ജുനൈദ് തന്റെ വീഡിയോകളിൽ കൂടി ഒരിക്കലും ഈ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശവും നൽകിയിട്ടില്ല. ആരെയും വഴിതെറ്റിക്കുവാൻ അയാൾ ഒന്നും ചെയ്യുകയും ചെയ്തിട്ടില്ല. ആരുടെയും വ്യക്തിപരമായ ജീവിതത്തെ തേജോവധം ചെയ്യുവാനും പരിഹസിക്കുവാനും അയാൾ ശ്രമിച്ചിട്ടുമില്ല. എങ്കിലും അയാളെ ജനം വെറുതെ വിട്ടില്ല. പക്ഷേ ഇപ്പോൾ അയാൾ ദുരൂഹ സാഹചര്യത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു.
സങ്കടപ്പെടുന്ന ധാരാളം ജനങ്ങളുണ്ട്. എന്നാൽ ഈ മരണത്തെ പോലും ആഘോഷിക്കുന്ന വളരെ നികൃഷ്ട ജന്മങ്ങൾ എന്ന് വിശേഷിപ്പിക്കേണ്ട ചിലരെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അതിലൊരാൾ പ്രശസ്ത യൂട്യൂബറായ ഖൈസാണ്. മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല എന്നുള്ളൊരു ആപ്തവാക്യം പലപ്പോഴും നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ജുനൈദിന്റെ മരണശേഷം ഖൈസ് ചെയ്തൊരു വീഡിയോ അങ്ങേയറ്റം അപലപനീയമായി പോയി. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോട് ചേരണമെൻ ജീവനിൽ നീ, അതില്ലാതെ വയ്യൻ നെഞ്ചോരം നീ മാത്രം. ഈ രീതിയിലായിരുന്നു മറ്റൊരു ഡാൻസ് കളിച്ചത്. ജുനൈദ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ, ആ വീഡിയോകളിലെ ആംഗ്യ വിക്ഷേപങ്ങളും പാട്ടുമൊക്കെ വളരെ പരിഹാസത്തോടും പുച്ഛത്തോടും കൂടി സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് മരണശേഷവും ആ പാവത്തിനെ വേട്ടയാടുന്ന മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. മരിച്ചതിന് ശേഷവും ഇങ്ങനെയൊരാൾ അപമാനിക്കപ്പെടണമെങ്കിൽ ഒന്നുകിൽ മരണപ്പെട്ട വ്യക്തി വെറുക്കപ്പെട്ടവനായിരിക്കണം, തീവ്രവാദിയായിരിക്കണം, സമൂഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വെറും വൃത്തികെട്ട ക്യാരക്ടറുള്ള മനുഷ്യനായിരിക്കണം. ഇതൊന്നുമല്ല എങ്കിൽ അയാളെ അപമാനിക്കുന്നയാൾ അയാളെക്കാളും മലിനപ്പെട്ട മനസ്സിന്റെ ഉടമയായിരിക്കണം. സത്യത്തിൽ ഖൈസിന്റെ ഈ വീഡിയോ കണ്ടതിൽ കൂടി ഇത്രയും കാലം മനസ്സിൽ അയാളോട് തോന്നിയിരുന്ന എല്ലാ മതിപ്പും ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. എത്രയധികം നിന്ദ്യവും വൃത്തികെട്ടതുമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ഖൈസ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. ജുനൈദ് ഖൈസിനോട് യാതൊരു തരത്തിലും അപമര്യാദയായി പെരുമാറിയിട്ടില്ല. പിന്നെ എന്താണ് ഖൈസിന്റെ പ്രശ്നം? ഇൻസ്റ്റാഗ്രാമിൽ ജുനൈദ് പോസ്റ്റ് ചെയ്ത പല ഡാൻസുകളുടെയും നിലവാരമില്ലായ്മ തന്നെയാണ്. എന്നുവെച്ചാൽ ജുനൈദ് എന്തുകൊണ്ട് എല്ലാം തികഞ്ഞൊരു കലാകാരനെ പോലെ വീഡിയോ ചെയ്തില്ല? എന്തുകൊണ്ടാണ് അറിയാത്ത പണിക്കിറങ്ങി തിരിച്ചത്? അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഖൈസ് എന്ന് പറയുന്ന വ്യക്തി എല്ലാം തികഞ്ഞൊരാളാണോ? താങ്കളുടെ വീഡിയോ ഒക്കെ കാണുന്നവർ കാലങ്ങളായി പറയുന്ന ഒരു കമന്റ് ഉണ്ട്, 1 മിനിറ്റ് ക്യാമറയുടെ മുൻപിൽ ഇരുന്ന് 4 വാക്ക് അക്ഷരം തെറ്റാതെ പറയാൻ അറിയാത്ത ആളാണ് താങ്കളെന്ന്. ശരിയാണോ? അത് ശരിയാണോ എന്നറിയുവാൻ വേണ്ടി ഖൈസിന്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മാത്രം മതി. കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരാശയം കൃത്യമായി ക്യാമറയുടെ മുൻപിൽ ഇരുന്ന് മറ്റുള്ളവരെ പോലെ പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ജുനൈദിന്റെ തെറ്റായ നൃത്തച്ചുവടുകളെ പരിഹസിക്കുന്നത്. സ്വന്തം കണ്ണിൽ വൻ വടവൃക്ഷങ്ങൾ കടപുഴ വീണ് കിടക്കുമ്പോൾ അന്യന്റെ കണ്ണിലെ കരട് പെറുക്കുവാൻ പോകുന്ന ആ സാമർത്ഥ്യമുണ്ടല്ലോ, അത് അത്ര ശരിയല്ല. എന്തായാലും ഇതല്പം മോശമായി പോയി. നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ ട്രോളിക്കോളൂ, നിങ്ങൾ മാക്സിമം തെറി പറഞ്ഞോളൂ. പക്ഷേ മരിച്ച ശേഷമെങ്കിലും ആ മനുഷ്യനെ വിട്ടുകൂടായിരുന്നു. നിങ്ങളുടെ മലിനമായ മനസ്സിന്റെ പ്രതിഫലനമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പടച്ചുവിട്ടത്. നിങ്ങൾക്കൊരു പക്ഷേ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ ആ വീഡിയോയുടെ കീഴിൽ വന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ മലിനമായ മനസ്സിന്റെ ഉടമയാണെന്നും മാനസിക ഭിന്നശേഷിയുള്ളയാളാണെന്നും. മരണപ്പെട്ട ജുനൈദിന്റെ മാതാപിതാക്കളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എത്രയധികമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? കഴിയുമെങ്കിൽ നിങ്ങൾ ജുനൈദിനോട് മാപ്പ് പറയണം. കാരണം സമൂഹം വെറുക്കുന്ന കൊടും കുറ്റവാളിയൊന്നുമല്ല മരണപ്പെട്ട ജുനൈദ് എന്ന ചെറുപ്പക്കാരൻ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കുവാൻ ബാധ്യസ്ഥനാണ്. ഒരുപക്ഷെ കുറ്റാരോപിതനായിരിക്കാം, എന്നാൽ ആ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. ആരോപണങ്ങൾ ആർക്കും ആരുടെയും നേരെ ഏത് സമയത്തും ഉയർത്തിവിടാം. നിങ്ങൾക്കെതിരെയും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നേക്കാം. അത് കേട്ടപാടെ സമൂഹം മുഴുവൻ നിങ്ങൾക്കെതിരെ പടക്കിറങ്ങി പുറപ്പെട്ടാൽ നിരപരാധിയായിരിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുക? അതുകൊണ്ട് ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയുവാനുള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ചിന്തയിൽ സംസാരിക്കരുത്. അത് മഹാപാപമാണ്. കുറഞ്ഞപക്ഷം മരണപ്പെട്ടവനെയെങ്കിലും വിട്ടുകളയുവാനുള്ള ഒരു ധാർമ്മിക മര്യാദ നിങ്ങൾ കാട്ടണമായിരുന്നു. സോഷ്യൽ മീഡിയ പൊങ്കാലയിടുവാൻ തുടങ്ങിയപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അതിനു മുൻപായി അനേക വ്യക്തികൾ അത് സേവ് ചെയ്തു വെച്ചു. നിങ്ങൾ ചെയ്തത് ശരിയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ വീഡിയോ മുക്കിക്കളഞ്ഞത്? അതെ, മരണപ്പെട്ടവനോട് കാണിച്ച അനാദരവ്, അതിന് നിങ്ങൾ മാപ്പ് പറയണം. ജുനൈദിന്റെ മാതാപിതാക്കളോട് നിങ്ങൾ മാപ്പിരക്കണം. അല്ലെങ്കിൽ കാലം നിങ്ങളോട് ഇതിന് കണക്ക് ചോദിച്ചിരിക്കും. ജുനൈദിന്റെ മരണത്തെ തുടർന്ന് സിനിമാ സംവിധായകനായ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ കുറിച്ച ചില വരികളുണ്ട്. അതിപ്പോൾ വൈറലായിരിക്കുകയാണ്. അതിൽ അദ്ദേഹം ജുനൈദിന്റെ മരണത്തിന്റെ പിന്നിലെ ദുരൂഹതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. താൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: വളരെയധികം ദുരൂഹതയുള്ള ഒന്നാണ് ഈ മരണം. കുറച്ചുനാൾ മുമ്പ് ഒരു ബലാത്സംഗ പരാതിയിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അയാൾക്കെതിരെ ഉണ്ടായ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ശ്രദ്ധിച്ചപ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അളവിലുള്ളതാണ് എന്ന് തോന്നി. അയാൾ ആ കേസ് നിഷേധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായി ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു. അതിൽ പക്ഷേ അയാൾ പറയുന്നത് കേൾപ്പിക്കുകയല്ല ചെയ്തിരുന്നത്. അയാൾ പറയുന്നതിനെ ഇടയ്ക്കും മുറയ്ക്കും മുറിച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഒന്നായിരുന്നു. അയാളുടെ വ്ളോഗ് നോക്കുവാൻ വേണ്ടി കുറേ വാർത്തകൾ തപ്പി. ഒന്നിലും അയാളുടെ മുഴുവൻ പേരില്ല, ഏതാണ് അയാളുടെ വ്ളോഗ് എന്നില്ല. വ്ളോഗർ ജുനൈദ് അപകടത്തിൽ മരിച്ചു എന്ന് മാത്രം. അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് ഇനി തെളിയിക്കുവാൻ അയാൾക്ക് കഴിയില്ല. അയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും കൊണ്ട് പൊതുമണ്ഡലം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അയാൾ മരിച്ചു പോയിരിക്കുന്നത്.
മരിച്ചതാണോ കൊന്നു തള്ളിയതാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ അയാളെ വിധിച്ചവർക്ക് ഇനി സത്യം എന്തായാലും പ്രശ്നമില്ല, അവർ അടുത്ത ഇരയെ തേടും. അതെ, സനൽകുമാർ പറഞ്ഞതുപോലെ അയാൾ മരണപ്പെട്ടതാണോ അതോ കൊന്നു തള്ളിയതാണോ എന്ന് ഈ സമൂഹത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ദുരൂഹതകളേറെയുള്ള ഈ മരണത്തിന്റെ പിൻപിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നറിയുവാൻ വേണ്ടി നീതിപീഠത്തിലേക്കും നിയമപാലകരിലേക്കുമാണ് ഈ സമൂഹത്തിന്റെ പ്രതീക്ഷ മുഴുവൻ ഇനിയുള്ളത്.